നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വീകരണം നൽകാൻ വടംവലി, ഒടുവിൽ റദ്ദാക്കി. PR ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ. സ്വീകരണം നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ. കായിക വിദ്യാഭ്യാസ മന്ത്രിമാർ തമ്മിലുള്ള പോരിനെ തുടർന്ന് തിങ്കളാഴ്ച നടത്താനിരുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കി. കായിക വകുപ്പ് മന്ത്രിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്വീകരണം റദ്ദാക്കിയത്. കുടുംബസമേതം തിരുവനന്തപുരത്തെത്തിയ ശേഷമാണ് പരിപാടി മാറ്റിയ കാര്യം ശ്രീജേഷിനെ അറിയിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ അഭിമാന നേട്ടം കൈവരിച്ച PR ശ്രീജേഷിന് വിദ്യാഭ്യാസ വകുപ്പാണ് സ്വീകരണം ഒരുക്കിയത്. ലക്ഷങ്ങൾ മുടക്കി തിരുവനന്തപുരം നഗരത്തിൽ നിറയെ ബാനറുകളും ഉയർത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയം വരെ ഘോഷയാത്ര നടത്തി വമ്പൻ സ്വീകരണമായിരുന്നു ആസൂത്രണം ചെയ്തത്. എന്നാൽ പരിപാടിക്കെതിരെ പരാതിയുമായി കായിക മന്ത്രി മുഖ്യമന്ത്രിയെ സമീപിക്കുകയായിരുന്നു. കായിക വകുപ്പാണ് ആദ്യം സ്വീകരണം നൽകേണ്ടതെന്നായിരുന്നു വാദം. ഇന്ന് സ്വീകരണം നടത്താനായിരുന്നു കായിക വകുപ്പിന്റെ നീക്കം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയില്ല. ഇതിനിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരണത്തിന് നടപടി തുടങ്ങിയത്. കായിക മന്ത്രി പരാതിപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരിപാടി റദ്ദ് ചെയ്യാൻ അറിയിപ്പെത്തിയത്. ഉപദ്രവം സഹിക്കാൻ വയ്യ. ദളിത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കി. സഹ ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകന്റെയും നിരന്തരമുള്ള ഉപദ്രവം കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയതായി റിപ്പോർട്ട്. ജയ്പൂരിലെ ഫങ്ടോറ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളായ ബാബുലാൽ ഫൈരയാണ് മരിച്ചത്. ഇദ്ദേഹം മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയ്ക്ക് എഴുതിയ 6 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ACP അനിൽ ശർമ്മ, അഡീഷണൽ SP ജഗദീഷ് വ്യാസ്, സബ് ഇൻസ്പെക്ടർ ആയുഷ്തോഷ് സിംഗ്, മാധ്യമപ്രവർത്തകൻ കമാൽ ദേഗഡ എന്നിവർ തന്റെ മരണത്തിന് പിന്നിലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഭൈരവയെയും ഈ 4 പേരെയും ഭൂമിതർക്ക കേസിൽ അറസ്റ്റ് ചെയ്തുവെന്നും അന്നു മുതൽ 4 പേരും തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പനി ബാധിച്ച് കല്യാണ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലായിരുന്ന നവവധുവിന് ദാരുണാന്ത്യം. വയനാട് അഞ്ചുകുന്ന് കാവുംതൊടിക മമ്മൂട്ടി ജുബരിയ ദമ്പതികളുടെ മകൾ ഷഹാന ഫാത്തിമയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് വിവാഹ ദിവസമാണ് ഷഹാനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ മാസം 11-നാണ് ഷഹാനയും വൈത്തിരി സ്വദേശി അർഷാദും തമ്മിലുള്ള നിക്കാഹ് നടന്നത്. വിവാഹത്തിന് മുമ്പ് ചെറിയ പനിയും മറ്റും ഉണ്ടായിരുന്നു. ചടങ്ങിന് ശേഷം പനി ശക്തമായതോടെ അന്ന് വൈകിട്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച മരിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് തെരുവുനായ ആക്രമണം. 36 പേർക്ക് കടിയേറ്റു. 3 പേരുടെ നില ഗുരുതരം. തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കരമന, കൈമനം, ചിറമുക്ക് മേഖലകളിലാണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത്. 36 പേരെയാണ് തെരുവുനായ കടിച്ചത്. ഇവരെയെല്ലാം ഒരു നായ തന്നെയാണ് കടിച്ചതെന്നാണ് വിവരം. പരിക്കേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ആമേഴിഞ്ചാൻ തോട് ശുചീകരണത്തിന് 63 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ. തിരുവനന്തപുരം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആമേഴിഞ്ചാൻ തോട് റെയിൽവേ ടണൽ ശുചീകരണത്തിന് സർക്കാർ പണം മുടക്കും. ശുചീകരണത്തിനായി 63 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. റെയിൽവേയോട് പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ മാസം ആമേഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം നഗരസഭ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ആമേഴിഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 AI ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയെന്നും നഗരസഭ ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ രാത്രികാല സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ജൂലൈ 18 മുതൽ 23 വരെ 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 1.42 ലക്ഷം രൂപ പിഴയും ഈടാക്കിയിരുന്നു. 65 പേർക്ക് നോട്ടീസ് നൽകി. തോട്ടിലേക്ക് മാലിന്യം ഒരുക്കിയ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയെന്നും മറ്റൊരു സ്ഥാപനത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടി തുടങ്ങിയെന്നും നഗരസഭയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. നഗരസഭാ സെക്രട്ടറിയാണ്